പുതിയൊരാരംഭം എന്ന രീതിക്ക് ഞാൻ ആ കഥ അങ്ങോട്ട് വലിച്ചു തുറക്കണേ കാണണേ. ഇവിടെ മുറിയിനേക്കാളും കൂടുതൽ കഥ കാണുമോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഇതേ കാണുന്നു ഒരു കഥ കൂടെ. ആ കഥ കൂടെ അങ്ങോട്ട് തള്ളി തുറന്ന് സ്റ്റെപ്പ് വഴി അങ്ങനെ താഴത്തോട്ട് ഇറങ്ങി. താഴെ ഇറങ്ങി ഇതേ കാണുന്നു അടുത്ത കഥക്. കഥകോട് കഥക്. ഇപ്പം ഞാനുള്ളത് ഷാർജയിലാണ്. കഴിഞ്ഞ 2 മാസം ഞാൻ ദുബായിലായിരുന്നു. ദുബായ് കരാമയിലായിരുന്നെങ്കിൽ പിന്നെ 2-ാം മാസം ജോലി കിട്ടിയത് ഷാർജയിലാണ്. ഷാർജ ജോലിയുടെ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യണത് ഇൻഡസ്ട്രിയൽ ഏരിയ 17-ലാണ്. അപ്പം അന്നത്തെ ഒരു ഡ്യൂട്ടി ടൈമാണ് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഡ്യൂട്ടിക്ക് വേണ്ടി നടന്ന് പോകുന്ന വഴി ഒന്നും കാണാനില്ല. നേരെ ഉച്ചയായി. ഉച്ചയായപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയിൽ കൂടെ പള്ളിയിലോട്ടൊന്ന് പോയതാണ് കണ്ടത്. പള്ളിയിൽ പോയി കഴിഞ്ഞ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് റൂമിലെത്തി ഒരു കുളിയും പാസ്സാക്കി പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു കാഴ്ചയായി ഇപ്പോൾ കാണുന്നത്. ഇന്നലെയായിരുന്നു ഷാർജയിൽ റൂം എടുത്തത്. പക്ഷേ റൂം എടുത്ത് വന്ന് കിടന്നത് മാത്രം എനിക്കറിയാം. അതിനുശേഷം രാവിലെ എണീറ്റ് ഡ്യൂട്ടിക്ക് പോവുകയും ചെയ്തു. പിന്നെ ഷാർജ എന്താണോ ഷാർജ എങ്ങനെയാണോ എന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനോർത്ത് നടന്ന് കാണാമെന്ന് ഓർത്ത് ഇറങ്ങിയ സമയമായിരുന്നു കേട്ടോ അത്. കമ്പാരിറ്റീവ്ലി ദുബായിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഷാർജ അത്രമാത്രം ഡെവലപ്ഡ് അല്ല എന്ന് തന്നെ പറയാം. ഉറപ്പായിട്ടും തന്നെ പറയാം. എങ്കിൽ തന്നെയും കുഴപ്പമില്ല. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴി ഇതേ ഒരു വണ്ടി കിടക്കുന്നു. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് കാണുമ്പോൾ ഓർക്കും വളരെ റെയറായിട്ട് കാണുന്ന വണ്ടിയായിരുന്നു. പക്ഷേ ഇവിടെ കമ്പാരിറ്റീവ്ലി ഇത് എപ്പോഴും കാണാം. ഇങ്ങനത്തെ ഈ ടൈപ്പ് വണ്ടികൾ എപ്പോഴും കാണാം. ഇവിടെ ഇല്ലാത്തതായ എന്ന് പറയാനൊന്നുമില്ല. ഏത് നമ്മുടെ ഇപ്പോൾ കച്ചകളിലായിരിക്കും. ഞാൻ ചുമ്മാ ഒരു കാഴ്ചപ്പുറത്ത് നോക്കിയപ്പോൾ ഒരു കച്ചയിൽ ഒരു റോൾസ് റോയ്സ് കിടക്കുക. ഞാൻ ഓർത്തു പൊതുവേ നമ്മളൊക്കെ അവിടെ ഒരു ഏറ്റവും കൂടിയ വീട്ടിൻ്റെ മുന്നിലായിരിക്കും അത് കിടക്കണേ. അതിൻ്റെ വീഡിയോ ഞാനിവിടെ അത് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഒരു സൂത്രം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കോട്ടെ ഈ കച്ചയിൽ കിടക്കുന്ന വണ്ടി എന്തൊക്കെയാണ്. ഒരു ചെറിയ വണ്ടി, പിന്നെ ഒരു ചെറിയ റോൾസ് റോയ്സ്. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഏറ്റവും കോടീശ്വരൻ്റെ വീട്ടിൽ വിൻറ്റേജ് വണ്ടിയുടെ കൂട്ടത്തിൽ കയറ്റിയിടുന്ന വണ്ടിയാണ് ഈ കച്ചയെ കൊണ്ടുപോയി ചുമ്മാ ഇട്ടേക്കണം. എന്താ അല്ലേ. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നടന്നു. കിട്ടിയ കാഴ്ച മൊത്തം തപ്പി പിടിച്ചെടുത്തു. വലിയ കാഴ്ചയൊന്നും കാണാനില്ല. കുറേ വണ്ടി അങ്ങോട്ട് പോകുന്നു, കുറേ വണ്ടി ഇങ്ങോട്ട് പോകുന്നു. ഇത് തന്നെ കാഴ്ച. പക്ഷേ ദുബായിൽ വെച്ച് ഇതിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ തിരക്ക് കുറവാണ് റോഡുകളിൽ. ഈ സമയത്ത് പ്രത്യേകിച്ച് ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ, ശനിയാഴ്ചയാണ് ദിവസം, ശനിയാഴ്ച വൈകുന്നേരങ്ങളിൽ ദുബായിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. ഭയങ്കര റഷ് ട്രാഫിക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ നോർമൽ ട്രാഫിക്കാണ് ഞാൻ ഇപ്പോൾ കണ്ടേക്കുന്നത്. പക്ഷേ ഇത് ഇൻഡസ്ട്രിയൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം, അത്ര റെസിഡൻസ് ഏരിയ അല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിൽക്കുന്നത് റെസിഡൻസ് ഏരിയയിലാണ്. റെസിഡൻസ് ആണ് മൊത്തം. പക്ഷേ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഒരു ഭാഗമായിട്ടായിരിക്കാം. അത്ര തിരക്കൊന്നും എനിക്ക് തോന്നിയില്ല. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് മാത്രം അത് കറക്റ്റ് സമയത്ത്